ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജയൻ രവി നായകനായിട്ടുള്ള സൈറൻ എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുഖംമൂടി ധരിച്ച ഒരാളാകട്ടെ ഒരു പാലത്തിന്റെ മുകളിലേക്ക് ചാക്കിൽ കെട്ടി ഒരാളെ കൊണ്ടിടുകയും അയാളുടെ ചെവിയിലേക്ക് ആഞ്ഞു കുത്തുകയും ചെയ്യുന്നതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു സ്കൂളാണ്. അവിടെ മലരെന്ന പെൺകുട്ടിയാകട്ടെ എല്ലാവരുടെയും മുൻപിൽ നിന്ന് തന്റെ അച്ഛനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അതൊരു മത്സരമായിരുന്നു. തന്റെ അച്ഛനാകട്ടെ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുകയാണെന്നും അച്ഛൻ അവിടെയാണെങ്കിൽ പോലും എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ അച്ഛൻ അറിയാറുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. പേരൻസിനെ കുറിച്ചുള്ള ആ ഒരു പ്രസംഗ മത്സരത്തിൽ മലറിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അങ്ങനെ സമ്മാനവും വാങ്ങിച്ചിട്ട് അവൾ പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു സാറ് വന്ന് ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നീ അച്ഛന്റെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോഴാണ് അവൾ കുട്ടിക്കാലത്ത് നടന്ന ആ സംഭവത്തെ പറ്റി ഓർക്കുന്നത്. മലരാകട്ടെ നായകനായ തിലകന്റെ മകളാണ്. തന്റെ അമ്മയെ കൊന്ന കുറ്റത്തിന് തന്റെ അച്ഛൻ ജയിലിൽ പോയ വിവരം അവൾ ഇത്രയും കാലം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. നാട്ടിലുണ്ടായിരുന്ന തന്റെ കൂട്ടുകാരിൽ നിന്ന് തന്നെ കൊലയാളിയുടെ മകളെന്ന് അവൾ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം പുതിയ സ്കൂളിൽ ചേർന്നപ്പോൾ അവൾ ആ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ അച്ഛൻ തിലകനോട് ശരിക്കും വെറുപ്പായിരുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ജയിലാണ്. അവിടെ നായകനായ തിലകനോട് പോലീസുകാർ പറയുന്നുണ്ട്, 14 വർഷമായിട്ട് നീ ജയിലിൽ തന്നെയാണ്, ഇതുവരെയും പരോളിന് പോയിട്ടില്ല, ഇത്തവണയെങ്കിലും പരോളിന് പോയിക്കൂടെ എന്ന്. എന്നാൽ തിലകൻ പോകാത്തതിന്റെ പിന്നിലെ കാരണം അവന്റെ മകൾ തന്നെയായിരുന്നു. തന്റെ മകൾക്ക് തന്നെ ഇഷ്ടമല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ലാത്ത മകളുടെ മുൻപിൽ തനിക്ക് പോയി നിൽക്കാൻ ആഗ്രഹമില്ല. ഇത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവളെ തന്നെയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് തിലകനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ പല ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അവരോട് അവൻ വെറുതെ ചോദിക്കുന്നുണ്ട്, ഒരു കൊല ചെയ്യാൻ എന്താണ് ആവശ്യമെന്ന്. പലരും അവർക്ക് അറിയാവുന്ന രീതി പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഈ ജയിലിലെ മറ്റു ആൾക്കാർ പലരും പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ ചിലർ മോഷ്ടാക്കളാണ്. എന്നാൽ അവരൊക്കെ എടുത്ത സാധനങ്ങൾ തിരിച്ചു കൊടുത്താൽ തീരാവുന്ന കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തത് അങ്ങനെ ഒരു കുറ്റമല്ല. നമ്മളെല്ലാവരും ഒരാളുടെ ജീവൻ എടുത്തിട്ടാണ് ഇവിടേക്ക് വന്നത്. ആ ജീവൻ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാനും കഴിയില്ല. സീൻ വീണ്ടും കട്ടായിട്ട് നായികയായ നന്ദിനിയാണ് കാണിക്കുന്നത്. പോലീസ് ഓഫീസറായ നന്ദിനിയാകട്ടെ കുറച്ചു നാളായിട്ട് സസ്പെൻഷനിലായിരുന്നു. അതിന്റെ പേരിൽ അവളുടെ വിവാഹവും മുടങ്ങുന്നുണ്ട്. കസ്റ്റഡിയിലിരിക്കെ ഒരു പ്രതി മരിച്ചിരിക്കുന്നു. ഇവർ ചോദ്യം ചെയ്തതിനിടയിൽ ഇവൾ കൊന്നതാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ താൻ ആരെയും കൊന്നിട്ടില്ല എന്നും ചോദ്യം ചെയ്യലിനിടയിൽ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ടും ആരും തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ സസ്പെൻഷനെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും തന്റെ സ്റ്റേഷനിൽ തന്നെ റീജോയിൻ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. ഡിവൈഎസ്പി നാഗലിംഗത്തിന് അവളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവളെ ഇടയ്ക്കിടയ്ക്ക് കൊലയാളി എന്ന് അയാൾ വിളിക്കുന്നുണ്ട്. താൻ കൊല ചെയ്തിട്ടില്ല എന്ന് അവൾ വീണ്ടും വീണ്ടും പറയുന്നു. നന്ദിനി റീജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജയിലിലാകട്ടെ തിലകൻ വന്ന മേലധികാരികളോട് പറയുന്നുണ്ട് താൻ പരോളിന് പോകാൻ റെഡിയാണെന്ന്. തിലകൻ പരോളിന് വരുന്നതറിഞ്ഞിട്ട് അവന്റെ വീട്ടിലാകട്ടെ എല്ലാവരും അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ സ്കൂൾ വിട്ടുവന്ന മലരാകട്ടെ ഈ വാർത്ത കേട്ടിട്ട് ആകെ ദേഷ്യത്തിലായി. അയാൾ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്റെ മുഖം പോലും അയാൾ കാണണ്ട. അവിടെ ഇരുന്ന് അവളുടെ ഫോട്ടോ ഉൾപ്പെടെ അവളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ തൊട്ട് ഓപ്പോസിറ്റുള്ള അവളുടെ ചിറ്റയുടെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും തിലകൻ അവിടേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവനെ കണ്ടതും ഒരുപാട് സന്തോഷത്തിലായി. അവന്റെ അമ്മ വന്ന് അവൻ ആരതിയൊക്കെ ഒഴിയുന്നുണ്ട്. ആ സമയത്തെല്ലാം തന്നെ അവൻ വിവാഹം കഴിഞ്ഞ വീട്ടിലേക്ക് കയറി വന്നതാണ് ഓർക്കുന്നത്. വീടിനുള്ളിൽ അവൻ എല്ലാവരുടെയും ഫോട്ടോ കാണുന്നുണ്ട്. 14 വർഷം കൊണ്ട് എല്ലാവർക്കും മാറ്റങ്ങളുണ്ടായി. അവന്റെ അനിയന്മാരൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്നു. അവർക്കൊക്കെ കുട്ടികളുണ്ടായി. അവന്റെ കണ്ണപ്പോഴും അവന്റെ മകൾ മലരിനെയാണ് തേടിക്കൊണ്ടിരുന്നത്. എന്നാൽ അവളുടെ ഒരു ഫോട്ടോ പോലും അവിടെയില്ല. അവന്റെ അമ്മ മലരിവിടെ നിന്നും പോയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവനതിൽ ഒരു ദേഷ്യവുമില്ലായിരുന്നു. താനും അവളെ കാണാൻ ശ്രമിക്കില്ല എന്നും അവളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കില്ല എന്നും തിലകൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സ്ഥലത്തെ വലിയൊരു രാഷ്ട്രീയ നേതാവായ മാണിക്കനെയാണ്. വയസ്സായ കാരണം തന്റെ പിൻഗാമിയായിട്ട് തന്റെ മകനെയാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നത്. രാഷ്ട്രീയ ജീവിതത്തിൽ മാണിക്കന്റെ വലങ്കൈയായിട്ട് ഇത്രയും കാലം നിന്നത് അൻപ് എന്ന് പറയുന്ന ആളായിരുന്നു. തന്റെ കൂടെ ഇത്രയും കാലം നിന്ന പോലെ തന്റെ മകന്റെ കൂടെ നിൽക്കണമെന്ന് മാണിക്കൻ അൻപിനോട് പറയുന്നുണ്ട്. അയാൾ അപ്പോൾ അത് സമ്മതിക്കുന്നുണ്ട്. ഈ അൻപിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു. മാണിക്കനോട് അപ്പോൾ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന അൻപാകട്ടെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ ശേഷം മറ്റൊരാളെ വിളിക്കുന്നുണ്ട്. മാണിക്കിന് ശേഷം അൻപിനെ പിൻഗാമിയാക്കുമെന്നാണ് അവൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത്. എന്നാൽ അയാളാകട്ടെ അയാളുടെ മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയിരുന്നു. അത് അൻപിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മാണിക്കിന് ശേഷം ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അൻപ് അയാളെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ വിളിച്ചിട്ട് മാണിക്കിന്റെ ബാറിൽ വെച്ച് തന്നെ മാണിക്കിനെ കൊല്ലാനുള്ള പ്ലാനിംഗ് ആണ് അവർ നടത്തുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് പരോളിലിറങ്ങിയ തിലകന് ഷാഡോ പോലീസ് ആയിട്ട് വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു ഓഫീസർ വരുന്നതാണ്. വന്നയുടനെ വേളാങ്കണ്ണി ആകട്ടെ അവന്റെ കൂടെ വീട്ടിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. മലരാകട്ടെ സ്കൂളിൽ പോകുന്ന ടൈമായി. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് തിലകനാകട്ടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. സ്കൂൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് അവൾ ഇപ്പോൾ തന്നെ ഇറങ്ങി വരുമെന്ന് തിലകനോട് അവന്റെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ ബസ്സാകട്ടെ കറക്റ്റ് ഗേറ്റിന്റെ മുൻപിൽ തന്നെ കൊണ്ടു നിർത്തുന്ന കാരണം അവന് കറക്റ്റായിട്ട് മകളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. പരോളിലിറങ്ങിയ പ്രതിയാകട്ടെ എന്നും രാവിലെ വന്ന് സ്റ്റേഷനിൽ സൈൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് വേളാങ്കണ്ണി തിലകനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതേസമയം സ്റ്റേഷനിലാകട്ടെ നന്ദിനി വിക്കി എന്ന് പറയുന്നൊരു പയ്യനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഒരു സൈക്കിള് മോഷ്ടിച്ചതിന്റെ കേസില് അവനെ അടിമുടി നന്ദിനി നോക്കുന്നുണ്ട്. അവനെ ചോദ്യം
ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വേളാങ്കണ്ണി ആകട്ടെ തിലകനെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. 9 മണിക്ക് സൈൻ ചെയ്യേണ്ട അവനാകട്ടെ 9:30 വന്നതിന് നന്ദിനി അവനെ വഴക്ക് പറയുന്നുണ്ട്. നാളെ മുതൽ കറക്റ്റ് സമയത്ത് വരാമെന്നും തിലകൻ സമ്മതിക്കുന്നു. അങ്ങനെ SI മൂർത്തിയുടെ അടുത്ത് വന്ന് തിലകൻ സൈൻ ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആകട്ടെ അവനോട് അവന്റെ അമ്മ വന്ന് പറയുന്നുണ്ട് പോകുന്ന വഴി റോഡിലാകട്ടെ ഒരു മരം വീണത് കാരണം ഇന്ന് മലരിന്റെ സ്കൂൾ ബസ് വരില്ല എന്ന്, അവൾ നടന്നാണ് പോകുന്നതെന്ന്, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ അവളെ പോയി കാണാമെന്ന്. അവനും അമ്മയും ചേർന്നിട്ട് വേളാങ്കണ്ണിയുടെ ശ്രദ്ധ തിരിച്ച ശേഷം അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ആ തക്കം നോക്കി തിലകനാകട്ടെ മകളെ കാണാൻ വേണ്ടി പോകുന്നു. അവിടെയാകട്ടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മകളാകട്ടെ മഴ പെയ്യുന്ന കാരണം ഓടി ഒരു കടയിലേക്ക് കയറുന്നു. ആ കടയ്ക്കുള്ളിൽ തന്നെ തിലകന് നിൽപ്പുണ്ടായിരുന്നു. അവൻ അപ്പോഴെല്ലാം തന്നെ കുഞ്ഞായിരിക്കുന്ന അവളെ തന്റെ കയ്യിലേക്ക് കിട്ടുന്ന നിമിഷമാണ് ഓർമ്മ വരുന്നത്. മലരും കൂട്ടുകാരികളും അവിടെ നിൽക്കുമ്പോൾ തന്നെ നേരത്തെ സ്റ്റേഷനിൽ കാണിച്ച ആ വിക്കിയും അവന്റെ ഫ്രണ്ട്സും ചേർന്നിട്ട് ആ പെൺകുട്ടികളെ എല്ലാം കമന്റ് അടിക്കുന്നു. അത് കാരണം മലർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പോകാൻ നേരം അവൾ തന്റെ കൂട്ടുകാരികളോട് പറയുന്നുണ്ട് തന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇവരെയൊന്നും വെറുതെ വിടില്ലായിരുന്നുവെന്ന്. ഇത് കേട്ട തിലകനാകട്ടെ മലർ അവിടെ നിന്നും പോയി കഴിയുമ്പം വിക്കിയും കൂട്ടുകാരെ അടിക്കുന്നുണ്ട്. അടി നടക്കുന്ന വിവരം അറിഞ്ഞ് പോലീസുകാർ വരുമ്പോഴേക്കും തിലകൻ അവിടെ നിന്നും മാറിക്കളയുന്നു. വിക്കിയും കൂട്ടുകാരെയും അവർ കൊണ്ടുപോകുന്നു. തിലകൻ സ്റ്റേഷനിൽ സൈൻ ചെയ്യാൻ വരുമ്പോഴാകട്ടെ വിക്കിയും കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വിക്കി ആകട്ടെ SI മൂർത്തിയോട് പറയുന്നുണ്ട് ഞങ്ങളെ അടിച്ചത് ഇയാളാണെന്ന്. പരോളിനിറങ്ങിയിട്ട് അടിപിടിക്ക് പോയോ എന്ന് പറഞ്ഞിട്ട് SI മൂർത്തി തിലകനെ വഴക്ക് പറയുന്നു. എന്നാൽ തിലകൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. തിലകന്റെ ഭാഗത്തും ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി SI മൂർത്തി തിലകനെതിരെ ആക്ഷൻ ഒന്നും തന്നെ എടുക്കുന്നില്ല. അന്ന് രാത്രി വേളാങ്കണ്ണിയുടെ കൂടെ പോകുന്ന വഴിക്ക് തിലകൻ പറയുന്നുണ്ട് തനിക്ക് മദ്യപിക്കാൻ തോന്നുന്നുവെന്ന്. തിലകനുമായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ വേളാങ്കണ്ണി പറയുന്നുണ്ട് അതിനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അവർ നേരെ പോകുന്നത് മാണിക്കന്റെ ആ ബാറിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും തിലകൻ തന്റെ ഫേസ് മറയ്ക്കുന്നുണ്ട്. ഒരു പോലീസുകാരന്റെ കൂടെ പരോളിലിറങ്ങിയ ഒരു ജയിൽ പുള്ളിയെ കാണണ്ട എന്ന് കരുതിയിട്ടാണ് താൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ പറയുന്നു. അങ്ങനെ വേളാങ്കണ്ണി ബാർ അടച്ചെങ്കിലും ഉള്ളിലേക്ക് തട്ടി വിളിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പയ്യന്റെ കയ്യിൽ നിന്നാകട്ടെ തങ്ങൾക്ക് വേണ്ടുന്ന സാധനം വാങ്ങിക്കുന്നു. ആ സമയത്ത് മാണിക്കനും അൻപും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുനേരം അവർ സംസാരിച്ചു നിന്ന ശേഷം അൻപ് അവിടെ നിന്നും തിരിച്ചു പോകുന്നു. മാണിക്കൻ ബാറിനുള്ളിലേക്കും കടക്കുന്നു. പോകുന്ന വഴിക്ക് അൻപാകട്ടെ മാണിക്കനെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കിയിരുന്ന ആളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാണിക്കൻ ഇപ്പോൾ ബാറിൽ ഒറ്റയ്ക്കാണെന്ന്. അതേ സമയത്തേക്ക് തന്നെ ആ വിക്കിയും ആ ബാറിലേക്ക് വരുന്നുണ്ടായിരുന്നു. കുപ്പി വാങ്ങിയ ശേഷം വേളാങ്കണ്ണിയാകട്ടെ തിലകൻ പറഞ്ഞ ആ ബാറിന് ബാക്കിലുള്ള ഏരിയയിലേക്ക് പോകുന്നു. അവിടെ പോയിരുന്ന് അവർ രണ്ടുപേരും മദ്യപിക്കുന്നുണ്ട്. നന്നായിട്ട് മഴ പെയ്യുന്ന കാരണം വെള്ളത്തിന് പകരം അവർ മഴവെള്ളമാണ് ആ ലിക്കറിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നത്. വേളാങ്കണ്ണി കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും തിലകന്റെ ഗ്ലാസ് കാലിയായിരുന്നു. അതേസമയം ഇവിടെ ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന മാണിക്കനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന പയ്യനോട് പറയുന്നുണ്ട് മേശ വലിച്ചുകൊണ്ട് പോകുമ്പോ ഈ സൗണ്ട് ഉണ്ടാക്കാതെ എന്ന്. അയാൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ വല്ലാതെ തലപെരുക്കുമായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ ബാറിലെ കറണ്ട് കട്ടാവുന്ന കാണിക്കുന്നു. ആ സമയത്ത് മാണിക്കനെ കൊല്ലാൻ വേണ്ടിയിട്ട് അൻപ് ഏർപ്പാടാക്കിയ ആളകത്തേക്ക് കടക്കുന്നു. മദ്യപിച്ച് ബോധമില്ലാതെ ഇരുന്ന മാണിക്കനെ അയാൾ ബാക്കിലൂടെ വന്നിട്ട് കഴുത്തിൽ കുത്തി കൊല്ലുന്നുണ്ട്. ഓൾറെഡി തന്നെ അയാളുടെ ചെവിയിൽ നിന്ന് രക്തം വന്നിരിപ്പുണ്ടായിരുന്നു. അതൊന്നും ആ കൊലയാളി ശ്രദ്ധിക്കുന്നില്ല. അവൻ ആ കത്തി അവിടെ തന്നെ വലിച്ചെറിയുന്നു. പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ച് ബോധമില്ലാതിരുന്ന വേളാങ്കണ്ണിയെ സൈഡ് സീറ്റിലേക്ക് മാറ്റിയ ശേഷം തിലകൻ ആ വണ്ടി ഓടിക്കുന്നതാണ്. ആ സമയത്ത് അവൻ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. അവൻ ഒരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു. തന്റെ ജീവൻ പണയം വെച്ച് അവൻ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്താൻ നേരത്ത് വേളാങ്കണ്ണിയെ അബോധാവസ്ഥയിൽ അവൻ തോളിൽ തൂക്കിക്കൊണ്ടുവരുന്നതെല്ലാം തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മലർ കാണുന്നുണ്ടായിരുന്നു. പിറ്റേന്നാകട്ടെ ബാറിലേക്ക് മാണിക്കൻ മരിച്ചു വിവരം അറിഞ്ഞിട്ട് പോലീസുകാരെല്ലാം തന്നെ എത്തുന്നുണ്ട്. ആ കേസ് അന്വേഷിക്കുന്നത് നന്ദിനിയായിരുന്നു. മാണിക്കൻ മരിച്ചു കിടക്കുന്നതെല്ലാം കണ്ടിട്ട് നന്ദിനി പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. അവൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിലെടുക്കുകയും മരണപ്പെടുകയും ചെയ്തത് ഈ മാണിക്കന്റെ ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അന്നു മുതലേ മാണിക്കിന് നന്ദിനിയോട് ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചതിൽ അവൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന പയ്യൻ പറയുന്നുണ്ട് താൻ തലേന്ന് രാത്രി സാധനം ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത് ആള് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ആരോ കൊന്നിട്ടിരിക്കുന്നത് കണ്ടത്. ഞാൻ വന്ന സമയത്ത് ഏരിയയിലെല്ലാം കറണ്ട് ഉണ്ട്, ഇവിടെ മാത്രം കറണ്ട് ഇല്ല. ആരോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നതായിരുന്നു. ഞാനാണ് വന്ന് ഓൺ ആക്കിയത്. എന്തായാലും ആ മെയിൻ സ്വിച്ചിലുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദിനി മറ്റുള്ളവരോട് പറയുന്നു. ഈ മരിച്ച മാണിക്കുമായിട്ടും അൻപുമായിട്ടും എല്ലാം തന്നെ DYSP നാഗലിംഗത്തിന് വലിയ കണക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാണിക്യത്തിനെ കൊന്നവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ നന്ദിനി അയാൾ പ്രഷർ ചെയ്യുന്നു. മാണിക്കിന്റെ മകന്റെ കൂടെ നിന്നിട്ട് അൻപ് പോലും എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെ തിലകനാകട്ടെ തന്റെ ഒരു സ്ഥലം വിറ്റുതരുന്നതിനെ പറ്റിയിട്ട് വേളാങ്കണ്ണിയോട് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരാളുണ്ടെന്നും വേളാങ്കണ്ണി പറയുന്നു. DYSP ആകട്ടെ അന്ന് രാത്രി അൻപുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വേളാങ്കണ്ണി അൻപിനെ വിളിക്കുന്നത്.
തിലകന്റെ സ്ഥലം വിട്ടുകൊടുക്കാൻ പറ്റിയ ആളായിരുന്നു അൻപ്. അവർ സംസാരിക്കുന്നതിനിടയിൽ അൻപിനോട് വേളാങ്കണ്ണി പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, സാറിന്റെ നേതാവ് മാണിക്കനെ കൊന്നയാളെ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നും ആ കുത്താൻ ഉപയോഗിച്ച കത്തിയിൽ നിന്നും ഫിംഗർ പ്രിന്റ്സ് പോലീസിന് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ഒരുപോലെ അൻപ് ഞെട്ടുന്നുണ്ട്, തിലകനും ഞെട്ടുന്നുണ്ട്. ആകെ ടെൻഷനായ അൻപാകട്ടെ നേരെ മാണിക്കനെ കുത്തിയ മണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്റെ ഫിംഗർ പ്രിന്റ്സ് പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ അതിനെല്ലാം തന്നെ തനിക്കൊരു പ്ലാൻ ഉണ്ടെന്നും മണി പറയുന്നു. മണി പറയുന്നതൊന്നും തന്നെ അൻപ് കേൾക്കാൻ നിൽക്കുന്നില്ല. നീ നാളെ തന്നെ സറണ്ടർ ആകുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നുണ്ട്. സറണ്ടർ ആകാതെ നീ മുങ്ങിക്കളഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. വേളാങ്കണ്ണി തിലകനോട് പറയുന്നുണ്ട്, നമുക്ക് നാളെ തന്നെ പോയിട്ട് അൻപിനെ കാണാമെന്നും ആ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാമെന്നും. ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിക്കാമെന്ന നന്ദിനിയോടാകട്ടെ ആ ഡോക്ടർ പറയുന്നുണ്ട്, മാണിക്കന്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നാണ് അയാൾ മരിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനു മുൻപ് കേസുകൾ വന്നിട്ടുണ്ട്. ഇതേ പാറ്റേണിൽ കൊല്ലപ്പെട്ട ഒരുപാട് പേരെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. 1995 ഇതുപോലൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1995 മുതൽ 99 വരെ ഏകദേശം 8 കൊലകൾ നടന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആൾക്കാർ കൊല്ലപ്പെടുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. അവസാനമാണ് അവർ കണ്ടെത്തിയത്. കൊലയാളി ഇരുമ്പോ തകരമോ വെച്ചിട്ട് തറയിൽ സൗണ്ട് ഉണ്ടാക്കി ഇരയുടെ ഇയർ ഡ്രം തകർത്തുകൊണ്ടാണ് അവരെ കൊല്ലുന്നത്. അത് കാരണമാണ് അവരുടെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നത്. അങ്ങനെ ഇരിക്കാൻ കില്ലറാകട്ടെ ഇതുപോലൊരാളെ കൊല്ലുന്ന വഴിക്ക് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അയാളെ പിന്നീട് കത്തിക്ക് കുത്തി കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ആ കത്തിയിൽ നിന്ന് കൈരേഖ കിട്ടിയിട്ടാണ് ആ കൊലയാളിയെ അവർ അറസ്റ്റ് ചെയ്തത്. അയാളുടെ പേര് ഡേവിഡ് എന്നാണ്. മാണിക്കിന്റെ കേസിലും ഇതുപോലെയായിരിക്കാൻ സംഭവിച്ചതെന്ന് നന്ദിനിക്ക് തോന്നുന്നു. അങ്ങനെ അവൾ ആ ഡേവിഡിനെ പറ്റി അന്വേഷിക്കുന്നു. എന്നാൽ അന്വേഷിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് ആ ഡേവിഡ് റിലീസായിട്ട് കുറച്ച് നാളായി എന്ന്. അതിനുശേഷം അയാൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. എന്നാൽ നന്ദിനി വീണ്ടും ഡേവിഡിനെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് അറിയുന്നത് അയാൾ മരിച്ചുവെന്ന്. അയാളുടെ മരണശേഷം അയാളുടെ പാറ്റേണിൽ അപ്പോൾ ആരായിരിക്കും കൊല ചെയ്യുന്നത് എന്നായിരുന്നു അവൾക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെ നന്ദിനി വീണ്ടും ആ ബാറിലെ പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാകട്ടെ അവന്റെ കയ്യിലാകട്ടെ നന്ദിനിയുടെ വാച്ച് കിടക്കുന്ന കാണുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ ബാറിൽ നിന്ന് കിട്ടിയതാണെന്ന് അവൻ പറയുന്നു. താൻ ബാറിൽ അന്വേഷിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് മിസ്സായതായിരിക്കാമെന്ന് നന്ദിനി വിചാരിക്കുന്നു. അന്ന് വൈൻ ഷോപ്പ് അടയ്ക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും പുതുതായിട്ടുണ്ടായിരുന്നോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അന്നൊരു പോലീസുകാരനും അയാളുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നുവെന്ന്. അന്ന് മാണിക്കിന്റെ ടേബിളിൽ ഒരു എംറ്റി ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നുവെന്ന് നന്ദിനി പറയുന്നു. അത് ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അൻപണിന് വേണ്ടി വെച്ചിരുന്നതാണെന്നും എന്നാൽ അയാൾ അന്ന് നേരത്തെ തന്നെ പോയെന്നുമാണ് അവൻ പറയുന്നത്. അങ്ങനെ നന്ദിനി അൻപിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഫാം ഹൗസിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തന്നെ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വേളാങ്കണ്ണിയും തിലകനും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിരിക്കുന്ന സമയത്ത് വേളാങ്കണ്ണിയോട് തിലകൻ പറയുന്നുണ്ട് താൻ വണ്ടിയിൽ പേപ്പർ വെച്ച് മറന്നുപോയി എന്നും ഒന്നെടുത്തിട്ട് വരാമോ എന്നും. പരോളിൽ വന്ന പ്രതിയായ തിലകനെ ഒറ്റയ്ക്ക് വിടുന്നത് എന്തായാലും ശരിയല്ല, അതുകൊണ്ട് ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേളാങ്കണ്ണി പോകുന്നു. വേളാങ്കണ്ണി പോയ തക്കം നോക്കി തിലകനാകട്ടെ നേരെ അൻപിന്റെ അടുത്ത് ചെല്ലുകയും അവനെ കണ്ടതും അൻപ് ഞെട്ടുകയും ചെയ്യുന്നു. പണ്ട് തിലകനുമായിട്ട് നടന്ന പ്രശ്നങ്ങളെല്ലാം അൻപ് ഓർക്കുകയും തിലകൻ ആ സമയം കൊണ്ട് തന്നെ അയാളുടെ തലയിൽ ഒരു കവറിട്ട് മൂടുകയും ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ കവർ മാറ്റുമ്പോഴേക്കും അൻപിനാകട്ടെ വല്ലാതെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. അവൻ തന്റെ ഇൻഹേലർ തപ്പുന്നുണ്ട്. എന്നാൽ തിലകനാകട്ടെ തന്റെ കയ്യിലിരുന്ന ഇൻഹേലർ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു. അയാൾ അത് ഉപയോഗിക്കുമ്പോഴേക്കും അതിനുള്ളിൽ തിലകൻ വെച്ചിരുന്ന വിഷവസ്തു അയാളുടെ ഉള്ളിലേക്ക് കടക്കുകയും അയാൾ തൽക്ഷണം മരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ പേപ്പർ എടുക്കാൻ പോയ വേളാങ്കണ്ണിയാകട്ടെ അവിടേക്ക് വരുന്ന നന്ദിനിയെ കണ്ടിട്ട് പേടിച്ച് തിരിച്ച് ഓടി അകത്തേക്ക് വരികയാണ്. തിലകനെയും കൊണ്ട് നന്ദിനിയെ കാണാതെ അവിടെ നിന്ന് മുങ്ങുന്നു. പരോളിനിറങ്ങിയ നിന്നെയും കൊണ്ട് ഞാനവിടെ ചുറ്റിക്കറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ വഴക്ക് പറയും. നന്ദിനി വന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് അൻപാകട്ടെ മരിച്ചിരിക്കുന്നതാണ്. ആ സമയത്ത് തന്നെ ന്യൂസിലെല്ലാം തന്നെ ഈ വാർത്ത വരുന്നുണ്ടായിരുന്നു. അൻപ് പറഞ്ഞ പ്രകാരം സറണ്ടർ ചെയ്യായിരുന്ന മണിയും ഈ വാർത്ത കാണുന്നു. എന്നാൽ ഇവിടെ ഡിവൈഎസ്പി ആകട്ടെ നന്ദിനിയാണ് സംശയിക്കുന്നത്. അൻപ് മരിച്ച സമയത്ത് കറക്റ്റ് നീ അവിടെ എത്തി. ആ മാണിക്കൻ മരിച്ചെടുത്ത് നിന്ന് നിന്റെ വാച്ച് കണ്ടെത്തിയതായിട്ട് ഞാൻ അറിഞ്ഞു. യഥാർത്ഥ കുറ്റവാളിയെ നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ സംശയമെല്ലാം വെച്ചിട്ട് നിന്നെ തന്നെയായിരിക്കും കുറ്റവാളിയാക്കുക എന്ന് ഡിവൈഎസ്പി പറയുന്നുണ്ട്. നന്ദിനി തനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് തലപുകുഞ്ഞ് ആലോചിച്ചിട്ടും അവൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അതിനിടയ്ക്ക് ആ പയ്യൻ പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നു. ഒരു പോലീസുകാരൻ ഒരാളെയും കൊണ്ട് വന്നിരുന്നുവെന്ന്. ആ പയ്യനെ വെച്ചിട്ടൊരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നുണ്ടെങ്കിലും വേളാങ്കണ്ണി ആ കൂട്ടത്തിലില്ലാത്ത കാരണം ആ പോലീസുകാരനെ ആ പയ്യൻ തിരിച്ചറിയുന്നില്ല. ഇവിടെ അൻപഴകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ അയാൾ ഇൻഹേൽ ചെയ്തതിൽ ഹൈഡ്രജൻ സയനൈഡ് ഉണ്ടെന്ന് അവർ കണ്ടെത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഹേലർ വഴി ഹൈഡ്രജൻ സയനൈഡ് ഉള്ളിൽ ചെന്ന് മരിച്ചവരുടെ ലിസ്റ്റ് നന്ദിനി എടുക്കുന്നുണ്ട്. ആ ഒരു പാറ്റേണിൽ ഈ ആൾക്കാരെയൊക്കെ കൊന്നത് ഋഷി എന്ന് പറയുന്ന ആളാണ്. അയാളുടെ അതേ പാറ്റേൺ ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത ജയിലിലാണ് ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരുടെയും പാറ്റേണിലാണ് ഇപ്പോൾ കൊല നടക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ജയിലിലുണ്ടായിരുന്ന സമയത്ത് അവിടെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം. ഇവിടെ അതേസമയം ആകട്ടെ ആ ബാറിലെ പയ്യനെ ആകട്ടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാരുടെയും ഫോട്ടോ കാണിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ വേളാങ്കണ്ണിയുടെ ഫോട്ടോയുമുണ്ട്. എന്നാൽ അവൻ ആ വേളാങ്കണ്ണിയുടെ ഫോട്ടോ നോക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു സ്ത്രീ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവൻ ആ ഫോട്ടോ വിട്ടുപോകുന്നു. ആ സ്ത്രീ ആ വിക്കിയുടെ അമ്മയായിരുന്നു. അവനെ കുറച്ചു ദിവസമായിട്ട് കാണുന്നില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. എസ് ഐ മൂർത്തി പറയുന്നുണ്ട് അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നും
നിന്നും ഒരു പെങ്കൊച്ചിനെ ശല്യപ്പെടുത്തതിന്റെ പേരിൽ ആ പെങ്കൊച്ചിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവൻ അടി വരെ കിട്ടിയിട്ടുണ്ടെന്ന്. വിക്കി ആരാ അടിച്ചതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ മൂർത്തി എല്ലാ കാര്യങ്ങളും പറയുന്നു. അന്ന് സ്റ്റേഷനിലേക്ക് തിലകൻ വന്നതും അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ. അവളുടെ ഡൗട്ടുകളെല്ലാം തന്നെ തിലകനിലേക്ക് നീങ്ങുന്നു. തിലകൻ ഇതിനിടയിൽ പല ജയിലുകളും ട്രാൻസ്ഫർ ആയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഋഷി ഉണ്ടായിരുന്ന ജയിലിലും ഡേവിഡ് ഉണ്ടായിരുന്ന ജയിലിലും തിലകൻ ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുന്നു. വേളാങ്കണ്ണിയുടെ ഫോട്ടോ കൂടി എടുത്തിട്ട് ആ പയ്യനെ കാണിക്കുമ്പോൾ ഇയാൾ തന്നെയാണ് അന്ന് രാത്രി അവിടെ വന്നതെന്ന് അവൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ വേളാങ്കണ്ണിയുടെ കൂടെ വന്ന ഫ്രണ്ട് തിലകനായിരിക്കാമെന്നും അവൾ ഊഹിക്കുന്നു. തന്റെ വാച്ച് നിനക്ക് കറക്റ്റ് സമയത്ത് എവിടെ നിന്നാ കിട്ടിയതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, മാണിക്കിന്റെ ഡെഡ് ബോഡി കാണുന്നതിന് മുൻപ് തന്നെയാണ് എനിക്ക് ആ വാച്ച് കിട്ടിയതെന്ന്. അതിനർത്ഥം അവൾ ഇൻവെസ്റ്റിഗേഷന് പോകുന്നതിന് മുൻപേ ആ വാച്ച് അവിടെ ആരോ കൊണ്ടിട്ടിരിക്കുന്നു. രാവിലെ സൈൻ ചെയ്യാൻ വന്ന തിലകനാകട്ടെ തന്റെ ടേബിളിൽ നിന്ന് ആ വാച്ച് മനഃപൂർവ്വം എടുത്തുകൊണ്ട് പോയിട്ട് കേസ് തനിക്ക് നേരെ തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിട്ടതായിരിക്കാമെന്ന് നന്ദിനി വിചാരിക്കുന്നു. കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ അവൾ തിലകനെ പിടിക്കാൻ തീരുമാനിക്കുകയാണ്. തിലകനാകട്ടെ തന്റെ സ്ഥലം വിൽക്കുന്ന കാര്യത്തിന് അവിടേക്ക് വന്നതായിരുന്നു. സ്ഥലം വിൽക്കണമെങ്കിൽ അവന്റെ മകളും അവിടേക്ക് വരണമായിരുന്നു. ചിറ്റയുടെ കൂടെ മലരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. തിലകന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങിക്കാൻ വന്നതാകട്ടെ മാണിക്കിനെ നേരത്തെ കുത്തിയ ആ മണിയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് നന്ദിനി അവിടേക്ക് വരികയും മാണിക്കിനെ അൻപിനെയും കൊന്ന കേസിൽ തിലകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം മണിയും കണ്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുകയായിരുന്നു. തന്റെ അച്ഛനെ കൺമുൻപിൽ വെച്ചിട്ട് പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നതാണ് മലരും കാണുന്നത്. അതോടുകൂടി അവളുടെ ദേഷ്യം വീണ്ടും കൂടി വരുന്നു. സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ വേളാങ്കണ്ണി പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ചതല്ലാതെ എങ്ങോട്ടും തന്നെ പോയിട്ടില്ല എന്ന്. അവർ തിലകന്റെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം തന്നെ എടുക്കുന്നു. അവനപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവന്റെ വൈഫ് ജെനിഫറിനെയും കതിർ എന്ന് പറയുന്ന ഒരാളെയും കൊന്നതിന്റെ പേരിലാണ് അവനെ കോടതി ശിക്ഷിച്ചത്. അതിനൊന്ന് സാക്ഷി പറഞ്ഞത് ഈ അൻപായിരുന്നു. അന്നവൻ കൊല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ വിശ്വസിച്ചില്ല. അങ്ങനെ നന്ദിനിയാകട്ടെ തിലകനെയും കൂട്ടി നേരെ ജഡ്ജിയുടെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ തിലകനെതിരെ എവിഡൻസ് ഒന്നും ഇല്ലേ എന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട്. അതിന് നന്ദിനി പറയുന്നത് എങ്ങനെയായിരുന്നു, ഇയാൾ 10-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. പണ്ടത്തെ കേസിൽ ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞതിന്റെ പ്രകാരം അൻപിനോട് ഇയാൾക്ക് ദേഷ്യമുണ്ട്. 14-ാം തീയതി ആദ്യത്തെ കൊല നടക്കുന്നു, മാണിക്കന്റെ മരണം. 18-ാം തീയതിയാണ് അൻപിന്റെ മരണം നടക്കുന്നത്. ഇതെല്ലാം തന്നെ ഇയാളുടെ കൂടെ ജയിലിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ പാറ്റേണിലാണ്. എന്നാൽ തിലകൻ പറയുന്നുണ്ട് താൻ ഇറങ്ങുന്നതിന് മുൻപ് 8-ാം തീയതിയും ഇതേ മോഡലിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന്. ഒരു പാലത്തിന്റെ അടുത്ത് നിന്നും ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയിരുന്നു. അതും ഇതേ മോഡലിലാണ് കൊന്നിരിക്കുന്നത്. ചെവിയിലേക്ക് മൂർച്ചയുള്ള ആയുധം തുളച്ചാണ് കൊന്നിരിക്കുന്നത്. വംശി എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതക രീതിയാണ് അത്. എന്നാൽ അയാളെ 2 വർഷം മുമ്പ് തൂക്കിക്കൊന്നിരുന്നു. അയാളുടെ അതേ പാറ്റേണിലാണ് ഇപ്പോൾ കൊല നടക്കുന്നത്. ജയിലിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ അയാളുടെ പാറ്റേൺ അറിയാം. അതുകൊണ്ട് തന്നെ ആ പാറ്റേണിൽ ആർക്ക് വേണമെങ്കിലും കൊല ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തിലകൻ ഇറങ്ങുന്നതിന് മുൻപും ജയിൽ പുള്ളികളുടെ അതേപോലത്തെ പാറ്റേണിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആരാ ചെയ്തതെന്ന് ജഡ്ജി ചോദിക്കുന്നു. അതിന് നന്ദിനിക്ക് ഉത്തരമില്ലായിരുന്നു. നന്ദിനി ആ സമയത്ത് കസ്റ്റോഡിയൽ മരണത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു എന്നുള്ള വിവരം അറിയുന്നതോടുകൂടി ജഡ്ജി നന്ദിനിയുടെ നേരെ തിരിയുന്നു. അങ്ങനെ തെളിവുകളെല്ലാം എതിരായ കാരണം തിലകനെ അവർ വെറുതെ വിടുന്നു. എന്നാൽ വിക്കിയെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് വരുമെന്ന് നന്ദിനി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തിലകന്റെ ജയിൽ ജീവിതമാണ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതവണ ജയിൽ ചാടാൻ ശ്രമിച്ച അവനെ പോലീസുകാർ ഒരുപാട് തല്ലി. ആ സമയത്ത് ഒരാൾ വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തന്നെ ജയിലിലാക്കിയ ആൾക്കാരുടെ പകരം വീട്ടാൻ അവൻ കാത്തിരിക്കുകയായിരുന്നു. ജയിൽ പുള്ളികളുടെ അടുത്തു നിന്നും ആൾക്കാരെ കൊല്ലുന്ന രീതികളെല്ലാം തന്നെ തിലകൻ പഠിക്കുന്നു. പരോള് കിട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് അവന്റെ ലക്ഷ്യം ആരുടെയും കയ്യിൽ പെടാതെ തന്നെ അവരെയെല്ലാം കൊല്ലുക എന്നതായിരുന്നു. അവന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഈ വയസ്സായ ആളാകട്ടെ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് അവൻ അയാളുടെ നമ്പർ കൊടുക്കുന്നു. ഈ പരോളിന് ഇറങ്ങുന്ന സമയത്ത് നിന്റെ ശത്രുക്കളെ നിനക്ക് കൊല്ലണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ വിളിക്കണമെന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പരോളിന് പോകാൻ വേണ്ടിയിട്ട് അവൻ റെഡിയാകുന്നതിന് മുൻപ് തന്നെ അവൻ അയാളെ വിളിക്കുകയും അവൻ പറഞ്ഞ പ്രകാരം ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരികയും അയാളുടെ ചെവിയിലേക്ക് അവൻ പറഞ്ഞ പ്രകാരം തന്നെ കൂർത്ത മുനയുള്ളൊരു ആയുധം വെച്ചിട്ട് കുത്തിക്കൊല്ലുവാനും ആവശ്യപ്പെടുന്നു. മരിച്ചയാളെ വീണ്ടും എന്തിനാ കൊല്ലുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അതിനെല്ലാം തന്നെ ഒരു കാരണമുണ്ടെന്നാണ് തിലകൻ പറയുന്നത്. ഇതാണ് നന്ദിനി അറിയാതെ പോയ ആ 8-ാം തീയതി നടന്ന കൊലപാതകം. ഓൾറെഡി തന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച മുഖംമൂടി ധരിച്ച ആളാകട്ടെ തിലകന്റെ ആ കൂട്ടുകാരൻ തന്നെയായിരുന്നു. അതായത് അവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ജയിൽ പുലികളുടെ രീതിയിലുള്ള കൊലകൾ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഇവിടെ സ്കൂളിലാകട്ടെ മലറിന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അറിഞ്ഞിരുന്നു അവളുടെ അച്ഛൻ ജയിൽ പുള്ളിയാണെന്ന്. അതിന്റെ പേരിൽ എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന അവളാകട്ടെ അവൾക്ക് കിട്ടിയ പ്രൈസ് ആകട്ടെ തിലകന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് എറിഞ്ഞുടയ്ക്കുന്നു. ഇവിടെ നന്ദിനിയാകട്ടെ മാണിക്യം മരിച്ച സമയത്ത് തിലകനെ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആൾക്കാരോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ മലര് വന്ന് നന്ദിനിക്ക് മൊഴി കൊടുക്കുന്നു. അന്ന് രാത്രി 12:30 തിലകനും വേളാങ്കണ്ണിയും കൂടി ജീപ്പിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്നത് താൻ കണ്ടു എന്ന് അവൾ പറയുന്നു. തിലകനോടുള്ള ദേഷ്യത്തിന്റെ പേരിലായിരിക്കാം ഇവളിതെല്ലാം പറയുന്നതെന്ന് നന്ദിനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് നന്ദിനിക്കൊരു കോള് വരുന്നുണ്ട്. വിക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടൊരു ഓട്ടോ ഡ്രൈവറെ അവർ കണ്ടെത്തിയിരിക്കുന്നു. അത് നേരത്തെ തിലകനാകട്ടെ മണിക്ക് വിറ്റ അതേ സ്ഥലമായിരുന്നു. അവിടെ അടുത്തു നിന്നും വിക്കിയുടെ ചെരുപ്പ് അവർ കണ്ടെടുക്കുന്നു. ഒരു ഭാഗത്തായിട്ട് മണ്ണിളകി
ആകെ കിടക്കുന്ന കണ്ടിട്ട് അവിടെ പരിശോധിക്കുമ്പോഴാകട്ടെ വിക്കിയുടെ ഡെഡ് ബോഡി അവിടെ നിന്നും കിട്ടുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒപ്പിടാൻ വന്ന തിലകനെയാകട്ടെ അവർ അവിടെ പിടിച്ചിരുത്തുന്നു. അവർ ഓൾറെഡി തന്നെ വേളാങ്കണ്ണിയെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. വിക്കിയെ കൊന്ന കേസിൽ ചോദ്യം ചെയ്യാനായിട്ടാണ് തിലകനെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് വേളാങ്കണ്ണി പറയുന്നു. വിക്കി മരിച്ചറിഞ്ഞിട്ട് വിക്കിയുടെ അമ്മ പോലും വന്നിട്ട് തിലകനെ അടിക്കുന്നുണ്ട്. എന്റെ മകനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അവർ ബഹളമുണ്ടാക്കുന്നു. ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരുന്ന തിലകൻ പെട്ടെന്ന് കൊലപാതകി എന്നുള്ള വിളി കേൾക്കുമ്പോഴേക്ക് അവന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കണ്ട് നന്ദിനി വന്ന് അവനോട് പറയുന്നുണ്ട്, തെളിവുകളെല്ലാം നിനക്കെതിരെ ഇപ്പൊ തന്നെ കിട്ടും, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വന്നൊന്ന് കാണുന്നുണ്ടെന്ന്. എന്നാൽ കറക്റ്റ് ആ സമയത്ത് നന്ദിനിക്കൊരു കോള് വരുന്നുണ്ട്. മാണിക്കിനെ കൊന്ന കത്തിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും അവിടുത്തെ മെയിൻ സ്വിച്ചിലെ ഫിംഗർ പ്രിന്റും ഒന്നും തന്നെ തിലകന്റെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ആകുന്നില്ല. ഇത് കാരണം നന്ദിനി ആകെ കൺഫ്യൂഷനിലായി. അവൾ എന്തോ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഓഫീസിനകത്തേക്ക് കയറി പോകുന്നു. ആ സമയത്ത് തിലകനാകട്ടെ വേളാങ്കണ്ണിയുടെ ഹെൽപ്പോടുകൂടി ആ മരിച്ച വിക്കിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടെ നിന്നും എടുപ്പിക്കുന്നു. അവനതെല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താകട്ടെ നന്ദിനി മറ്റൊരു ഫിംഗർ പ്രിന്റുമായിട്ട് ആ കത്തിയിലെ ഫിംഗർ പ്രിന്റ് മാച്ചാക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവൾ അറിയുന്നത്. കാരണം മാണിക്കിനെ കുത്തിയ കത്തിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും അവിടുത്തെ മെയിൻ സ്വിച്ചിലെ ഫിംഗർ പ്രിന്റും മാച്ച് ആകുന്നത് വിക്കിയുടെ ഫിംഗർ പ്രിന്റുമായിട്ടാണ്. കേസ് മിസ്ലീഡ് ചെയ്യാൻ തിലകനാണ് അവളുടെ വാച്ച് എടുത്തുകൊണ്ട് പോയിട്ടെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അവളുടെ വാച്ച് അന്ന് അവിടെ നിന്ന് മോഷ്ടിച്ചത് വിക്കിയായിരുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തിലകൻ അവിടേക്ക് വരുന്നു. എന്നാൽ തന്റെ ടേബിളിൽ നിന്ന് ഇതെടുത്തതിന്റെ പേരിൽ നന്ദിനി അവനെ വഴക്ക് പറയുന്നുണ്ട്. കസ്റ്റഡിയിൽ നടന്ന കൊലപാതകത്തിന്റെ പേരിൽ നിങ്ങളെ എല്ലാവരും കൊലപാതകി എന്ന് വിളിക്കുന്നു. നിങ്ങൾ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അതുപോലെ തന്നെയാണ് ഞാനും. ഈ കുറ്റം ഞാനും ചെയ്തിട്ടില്ല. എന്നെ എല്ലാവരും കൊലപാതകി എന്ന് വിളിക്കുമ്പോൾ എനിക്കും വിഷമം വരും. അത് തെളിയിക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് അവൻ പറയുന്നു. അങ്ങനെ നന്ദിനി അവന് പറയാൻ അവസരം കൊടുക്കുമ്പോൾ തിലകൻ പറയുന്നുണ്ട്, വിക്കിയുടെ വായിൽ നിന്നും മറ്റൊരാളുടെ സ്കിന്നിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അവന്റെ ശരീരത്തിലൊക്കെ ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. അവൻ ആരുടെയെങ്കിലും കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നതായിരിക്കാം. അയാൾ അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളെ കടിച്ചിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം അവന്റെ പല്ലില് ആ സ്കിന്നിന്റെ അംശം വന്നത്. വേണമെങ്കിൽ അതിന്റെ DNA യും എന്റെ DNA തമ്മിൽ മാച്ച് ആക്കി നോക്കൂ, അത് ഞാനല്ല എന്ന് തെളിയും. അവൻ പറഞ്ഞത് ഈ കാര്യമുണ്ടെന്ന് നന്ദിനിക്ക് മനസ്സിലായി. അവനോട് അവിടെ പോയി ഇരിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. അതിന്റെ തിലകൻ വീണ്ടും വേളാങ്കണ്ണി കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു രജിസ്റ്റർ എടുപ്പിക്കുന്നു. എന്നിട്ട് അതിലുള്ള വിവരം വേളാങ്കണ്ണി വഴി നന്ദിനിയെ അറിയിക്കുന്നു. വിക്കി എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി പെടുമ്പോൾ അവനെ സാധാരണ പുറത്തിറക്കുന്നത് അവന്റെ അമ്മയായിരുന്നു. എന്നാൽ അന്ന് അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് മറ്റൊരാളാണ്. അത് മണികണ്ഠൻ എന്ന ആളാണ്. അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ അവർ ആ മണികണ്ഠനെ കണ്ടെത്തുന്നു. ആ സ്ഥലം തിലകന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവനാണെന്ന് അവർക്ക് മനസ്സിലായി. ആ സ്ഥലം വാങ്ങാനുള്ള കാശ് അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അൻപാണ് കൊടുത്തതെന്ന് പറയുന്നു. അൻപ് തനിക്ക് കാശ് തന്നത് മാണിക്യത്തിനെ കൊല്ലാനായിരുന്നു എന്നുള്ള സത്യം കൂടി അവൻ പറയുന്നു. അങ്ങനെ DVSP നാഗലിംഗം കൂടി വന്നതോടുകൂടി അവൻ എല്ലാ സത്യങ്ങളും പറയുകയാണ്. അന്ന് നടന്ന സംഭവങ്ങൾ ഇതായിരുന്നു. മാണിക്യത്തിനെ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട മണിയാകട്ടെ ഒരു സഹായത്തിന് വേണ്ടി വിക്കിയെ കൂടി വിളിച്ചിരുന്നു. വൈൻ ഷോപ്പിൽ കയറി അവനോട് ആദ്യം മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞത് ഞാനാണ്. എന്നിട്ട് മാണിക്യത്തിന്റെ റൂമിലേക്ക് കയറാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. അയാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വാതിലടയ്ക്കാനും പറഞ്ഞു. എന്നാൽ അവൻ അകത്തേക്ക് കയറിയപ്പോൾ അയാൾ ഒന്നും തന്നെ ചോദിച്ചില്ല. അവനങ്ങനെ അയാളെ നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ബാക്കിലൂടെ പോയി ഞാൻ അയാളെ കൊന്നു. എന്നിട്ട് ആ കത്തിയാകട്ടെ ഞാൻ അവനെ എറിഞ്ഞു കൊടുത്തു. അവൻ ആ കത്തി പിടിക്കുകയും എന്നിട്ട് താഴെ ഇടുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ പുറത്തേക്ക് ഓടിപ്പോകുന്ന വഴിക്കായിരിക്കാം അവന്റെ കയ്യിൽ നിന്ന് ആ വാച്ച് വീണത്. മാണിക്കിനെ കൊന്ന കേസിൽ എന്തെങ്കിലും പോലീസിനെ തേടി പിടിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിക്കിയെ കൂടെ കൂട്ടിയത്. അവന് 16 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവനെ ജയിലിൽ നിന്നും പുറത്തിറക്കും. അവൻ 5 ലക്ഷം രൂപയും ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ആ കത്തിയിലും മെയിൻ സ്വിച്ചിലും എല്ലാം തന്നെ വിക്കിയുടെ ഫിംഗർ പ്രിന്റ് വന്നത്. അൻപ് എന്നോട് സറണ്ടർ ആകാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് വിക്കിയോടാണ് സറണ്ടർ ആകാൻ പറഞ്ഞത്. പിറ്റേന്ന് അവൻ സറണ്ടർ ആകും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് അൻപ് മരിച്ച വിവരം അറിയുന്നത്. ഒന്നും മനസ്സിലാകാതെ ഞാനാകെ ടെൻഷനിലിരിക്കുന്ന സമയത്താകട്ടെ വിക്കി എന്റെ അടുത്ത് വന്നു. നിന്നോട് സറണ്ടർ ആകാൻ പറഞ്ഞിട്ട് എന്താ സറണ്ടർ ആകാൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇനിയും ക്യാഷ് വേണമെന്ന്. അവൻ 25 ലക്ഷം ചോദിച്ചു. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കായി. മാണിക്കിനെ കുത്തിക്കൊന്നത് ഞാനാ. വെറും ഒരു കത്തി പിടിച്ച നിനക്കെന്തിനാ 25 ലക്ഷം എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ആ സത്യം പറയുന്നത്. ഞാൻ അയാളെ വന്ന് കുത്തിക്കൊല്ലുന്നതിന് മുൻപ് തന്നെ മാണിക്കൻ മരിച്ചിരുന്നു. ഞാൻ കുത്തുന്നതിന് മുൻപ് തന്നെ കാതിൽ നിന്നും മൂക്കിൽ നിന്നും എല്ലാം രക്തം വന്നിട്ട് മാണിക്കൻ മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം വിക്കി കണ്ടിരുന്നു. ഞാൻ മെയിൻ സ്വിച്ച് ഓഫാക്കിയ സമയത്ത് ആ കൊലയാളി പുറത്തേക്ക് വന്നിരുന്നു. മാണിക്യമാണെന്ന് കരുതി ഞാൻ മാറി നിന്നതായിരുന്നു. എന്നാൽ അത് അയാളെ കൊന്നിട്ട് വന്ന ആ കൊലയാളിയായിരുന്നു. ഈ ഒരു സീനിൽ നിന്ന് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് തിലകനാണെന്ന്. തനിക്ക് കാശ് തന്നില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും പോലീസിനോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് മണി ആ ദേഷ്യത്തില് വിക്കിയെ കൊല്ലുന്നത്. മാണിക്യത്തിനെ കൊന്നത് നീയോ അല്ല വിക്കിയല്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ അയാളെ കൊന്നത് ആരാണെന്ന് നന്ദിനി ചോദിക്കുന്നു. അവസാനം നന്ദിനിയാകട്ടെ ആ പാറ്റേണിലുള്ള കൊല നടക്കുന്ന ആ ജയിൽ പുള്ളികളെ തന്നെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഡേവിഡ് എന്ന ആള് ഓൾറെഡി മരിച്ചിരുന്നു. അയാളാകട്ടെ കേൾവി ശക്തിയും സംസാരശേഷി ഇല്ലാത്ത ആളാണ്. ഋഷിയെ തേടി വരുമ്പോഴാകട്ടെ ഋഷിയും സെയിം അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ കേൾവി ശക്തിയും സംസാരശേഷി ഇല്ലാത്ത ജയിൽ പുള്ളികളെ എല്ലാം തന്നെ അവൾ ഇൻട്രോഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള 4 പേരുണ്ടായിരുന്നു. നിങ്ങളുടെ മർഡർ പാറ്റേണിനെ പറ്റി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരതെല്ലാം കെട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാരോട് അവർ ഒട്ടും സഹകരിക്കുന്നില്ല. ആ ദേഷ്യത്തിൽ നന്ദിനി
നന്ദിനി അവരെ അടിക്കുന്നു. പുറത്തു നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും ഇവരുടെ പാറ്റേണിലാണ്. എന്നിട്ട് ഇവന്മാരൊട്ട് സഹകരിക്കുന്നുമില്ല. ഇത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവർ നമ്മളോടൊന്നും പറയില്ല, അവരുടെ ട്രാൻസ്ലേറ്ററായ തിലകനോട് മാത്രമേ പറയൂന്ന്. ഇത് കേട്ടത് നന്ദിനി ഞെട്ടുന്നു. പരോളിലിറങ്ങിയ തിലകൻ തന്നെയാണ് ഇവരുടെ ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇവർ കൊല ചെയ്ത രീതിയെല്ലാം തന്നെ തിലകനോട് പറഞ്ഞിട്ടുണ്ട്. തിലകന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തിലകൻ ദൈവത്തിനെ പോലെയാണെന്ന്. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്ന ദൈവമാണ് തിലകൻ എന്നാണ് അവർ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് തിലകന്റെ പഴയ കഥയാണ്. അവൻ ആംബുലൻസ് ഡ്രൈവറായിട്ട് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഒരു ദിവസം ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാകട്ടെ അവിടെ ഇരുന്ന നേഴ്സായ ജെനിഫറിനെ വിളിക്കുന്നെങ്കിലും അവൾ വിളി കേൾക്കുന്നില്ല. അതിന്റെ പേരിൽ അവളോട് പോയി വഴക്കിടുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അവൾക്ക് സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ല എന്ന്. ആ പേഷ്യന്റിനെ നോക്കിയ ശേഷം അവൾ വന്ന് പറയുന്നുണ്ട്, ഇനി മുതൽ ഇവിടെ വരുമ്പം ഈ സ്വിച്ച് അമർത്തണമെന്നും ആ സമയത്ത് അവിടെ ലൈറ്റ് കത്തുമെന്നും അങ്ങനെ എനിക്ക് മനസ്സിലാകുമെന്നും. അവളെ കണ്ട മാത്രയിൽ തന്നെ അവൻ അവളോട് പ്രണയം തോന്നുന്നു. അങ്ങനെ പിന്നീട് പതിയെ പതിയെ അവർ അടുക്കുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ജെനിഫർ ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം ആദ്യം പള്ളിയിൽ വെച്ച് നടക്കുന്നു. പിന്നെ ഹിന്ദു രീതിയിലും അവരുടെ കല്യാണം നടക്കുന്നു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു കൂടി കടന്നു വരുന്നു. മലറിന്റെ ജനനശേഷം അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിലകൻ അവന്റെ ഒരു ഫ്രണ്ട് കതിറിന്റെ കോള് വരുന്നുണ്ട്. അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരാകട്ടെ അവനെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. അവനെ കൊല്ലാൻ വന്നതാകട്ടെ അൻപുമായിരുന്നു. DYSP നാഗലിംഗത്തിന്റെ പെങ്ങളെയാണ് അവൻ പ്രണയിച്ചത്. അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിരുന്നു. എന്നാൽ ജാതിയുടെ പേരിലാണ് നാഗലിംഗം ഈ ബന്ധത്തെ എതിർത്തത്. നാഗലിംഗത്തിന് വേണ്ടിയിട്ട് അൻപ് തന്നെയാണ് അവനെ കൊല്ലാൻ ഓടിച്ചിരുന്നത്. അങ്ങനെ അവനെ രക്ഷിക്കാൻ അവിടേക്ക് തിലകൻ വരുന്നു. അവരെ എല്ലാം അടിച്ചൊതുക്കിയിട്ട് കതിറിനെയും കൊണ്ട് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് നടന്ന സംഭവങ്ങളെല്ലാം അവൻ തിലകനോട് പറയുന്നത്. പോലീസുകാരും അവന്റെ മൊഴിയെടുക്കുന്നു. DYSPക്കെതിരെ കിട്ടിയ കംപ്ലൈന്റിനെ കുറിച്ച് അയാളെ വിളിച്ച പോലീസുകാരൻ പറയുകയും ചെയ്യുന്നുണ്ട്. കതിറിന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് നാഗലിംഗത്തിനോട് തിലകൻ സംസാരിച്ചെങ്കിലും അയാൾ ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവർ രണ്ടുപേരും ഒന്നിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ താൻ അതിന് കൂട്ടു നിൽക്കുമെന്ന് തന്നെയാണ് തിലകൻ പറയുന്നത്. തിലകനോടുള്ള പക കാരണം അന്ന് രാത്രിയാകട്ടെ അവർ ജെനിഫർ പോയ ഓട്ടോയിൽ ഒരു വണ്ടി കൊണ്ടിടിക്കുന്നു. അവളെ വണ്ടിയിൽ നിന്ന് എടുക്കുകയും അവളുടെ വയറ്റിൽ ഒരു കത്തി കുത്തി കയറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരാകട്ടെ അത് തിലകനെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. നിനക്ക് കഴിയുമെങ്കിൽ അവളെ വന്ന് രക്ഷിക്കുന്നു പറയുന്നു. അവനവിടെ ഓടിയെത്തുന്നു. അവിടെ ഒരു ഓട്ടോയിൽ വയറ്റിൽ വലിയൊരു കത്തി കുത്തി കയറ്റിയ രീതിയിൽ അവളെ കാണുന്നുണ്ട്. അവൻ ആ കത്തി വലിച്ചൂരി മാറ്റുന്നു. അവളെ എടുത്തുകൊണ്ട് ആംബുലൻസിൽ കയറി പോകാൻ നേരം ഒരുപാട് പേർ അവന്റെ വഴി തടയുന്നുണ്ട്. അവരെല്ലാം ഇടിച്ചിട്ടുകൊണ്ട് അവൻ മുന്നോട്ട് പോയെങ്കിലും അവർ പുറകെ വന്നവനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് താമസിച്ചാണ് അവൻ ജെനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അത് കാരണം അവളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ജെനിയുടെ വയറ്റിൽ നിന്നും തിലകൻ വലിച്ചൂരിയിട്ട അതേ കത്തി കൊണ്ട് തന്നെ അവർ നേരെ കതിരിനെയും കൊന്നിരുന്നു. എന്നിട്ട് ജെനിയും കതിരും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നുവെന്നും അത് കണ്ടുകൊണ്ട് വന്ന തിലകൻ അവരെ രണ്ടുപേരെയും കൊന്നതാണെന്ന് വരുത്തി തീർക്കുന്നു. കോടതിയിൽ ഇതിനെല്ലാം അൻപ് സാക്ഷിയും പറയുന്നു. തെളിവുകളെല്ലാം എതിരായ കാരണം തിലകൻ ജയിലിൽ പോകുന്നു. ആ പക തീർക്കാനാണ് അവൻ പരോളിലിറങ്ങിയപ്പോൾ മാണിക്കിനെ ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചത്. അന്ന് വേളാങ്കണ്ണിയുടെ കൂടെ അവൻ മദ്യപിക്കാനിരുന്നെങ്കിലും അവൻ ആ മദ്യമൊന്നും കുടിച്ചിരുന്നില്ല. മദ്യപിച്ച് ബോധം പോയ വേളാങ്കണ്ണി അവിടെ ഇരിക്കുന്ന സമയത്ത് അവൻ ഉള്ളിലേക്ക് കടന്നിട്ട് ആ ബാറിന്റെ അകത്തുണ്ടായിരുന്ന ഒരു തകരമെടുത്ത് തറയിൽ ഉരച്ച ശേഷം മാണിക്കിനെ ആ സൗണ്ട് കേൾപ്പിച്ച് കൊല്ലുകയായിരുന്നു. അങ്ങനെ കഥയെല്ലാം വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. പിറ്റേന്ന് അവിടുത്തെ അമ്പലത്തില് ഉത്സവം നടക്കുകയാണ്. തിലകന്റെ പാസ്റ്റിനെ പറ്റി ഏറെക്കുറെ മനസ്സിലാക്കിയ നന്ദിനിയാകട്ടെ അന്ന് കേസന്വേഷിച്ച SI വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കതിർ സ്നേഹിച്ച പെൺകുട്ടി ആരായിരുന്നുവെന്ന്. അത് DYSP നാഗലിംഗത്തിന്റെ പെങ്ങളായിരുന്നുവെന്ന് അയാൾ പറയുന്നു. അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് മനസ്സിലായി തിലകന്റെ അടുത്ത ഇര DYSP ആയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ തിലകൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പോലീസുകാരെ വീടിന് ചുറ്റും അവൾ ഏർപ്പാടാക്കിയിരുന്നു. വലിയ ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ DYSP ഉൾപ്പെടെ എല്ലാവരും ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. നന്ദിനി വന്ന് അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവൻ ഇനി അപകടത്തിലാണെന്ന്. എന്നാൽ അതൊക്കെ താൻ നോക്കിക്കൊള്ളാമെന്ന് DYSP പറയുന്നു. തന്നെ കൊല്ലുന്നതിന് മുൻപ് തന്നെ തിലകനെ തന്റെ ആളെ വെച്ച് കൊല്ലാനായിരുന്നു DYSPയുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് മറ്റു പോലീസുകാരെയല്ല അയാൾ തന്നെ അവിടെ നിന്ന് മാറ്റുന്നു. എന്നിട്ട് തന്റെ വലങ്കയ്യായ പോലീസുകാരനോട് പറയുന്നുണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ തിലകനെ കൊന്ന രീതിയിൽ വരുത്തി തീർക്കാൻ. തിലകനാകട്ടെ ആ സമയത്ത് അവിടെ കുട്ടികളുമായിട്ട് ഒളിച്ചു കളിക്കുകയായിരുന്നു. അതിനിടയിൽ അവൻ ആരും കാണാതെ അവിടെ നിന്നും മുങ്ങുന്നു. എന്നിട്ട് അവൻ ആരും കാണാതെ അവിടെ നിന്നും DYSPയെ കടത്തുന്നു. അമ്പലത്തിനുള്ളിൽ വെച്ച് അവർ തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയായിരുന്നു. തിലകൻ നാഗലിംഗത്തിനെ അടിച്ചൊരു പരുവമാക്കിയിരുന്നു. നന്ദിനി അവിടേക്ക് വരുമ്പോഴേക്കും തിലകൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് DYSP അതിൽ കയറ്റി അവർ അയക്കുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത് ആ ആംബുലൻസ് ഓടിക്കുന്നത് തിലകനാണ് എന്ന്. കാരണം അവർ വിളിച്ച ആംബുലൻസ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി തിലകൻ DYSPയെ കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. നന്ദിനി തിലകനെ തേടി വീട്ടിലേക്ക് എത്തുമ്പോഴാകട്ടെ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. താൻ അകത്ത് പൂജ ചെയ്യുകയായിരുന്നു എന്നാണ് തിലകൻ പറയുന്നത്. തിലകന്റെ എതിരെ ഒരു തെളിവും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയാത്ത കാരണം ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ തെളിയിക്കപ്പെടാതെ പോവുകയാണ്. പരോൾ അവസാനിച്ച് തിലകൻ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് നിന്റെ മകളോട് നീ നല്ലവനാണെന്ന് സ്ഥാപിക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് നന്ദിനി പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാതെ താൻ ഇത്രയും
കാലം ജയിലിൽ കടന്നുവെന്ന് അവൾ അറിഞ്ഞ് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ അച്ഛൻ കൊലയാളിയായിട്ട് തന്നെ അവളുടെ മനസ്സിലിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നന്ദിനി എല്ലാ സത്യങ്ങളും മലറിനോട് തുറന്നു പറഞ്ഞ ശേഷം അവളെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. തന്നോടുള്ള ദേഷ്യമെല്ലാം മലറിന് മാറിയെന്ന് മനസ്സിലാക്കി തിലകൻ ഒരുപാട് സന്തോഷിക്കുന്നു. അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ആ ഒരു സീനിൽ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. മൂവിയുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം.